നമസ്കാരം. എല്ലാ ജീവൻ ടി വി പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഇപ്പോൾ റിയാലിറ്റി ഷോ അല്ലേ? നമ്മുടെ കഴിവുകളൊക്കെ തെളിയിക്കാൻ മാധ്യമങ്ങളും മീഡിയാസും ഒക്കെ എന്തും വേണ്ടിയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഭക്ഷണ കാര്യത്തിൽ ഏറ്റവും നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് ഭക്ഷണം. അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് ഈ കിടന്ന് പാടുപെടുന്നതും ഒക്കെ. ഈ ഭക്ഷണത്തിൽ മധുരമാണ്, മധുരതരമായ വിഭവം എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മധുരം കേട്ടോ. ഞാൻ ബേസിക് അതുകൊണ്ടാണ് പഞ്ചാര ആയതും. അപ്പോൾ മധുരങ്ങളുടെ രാജാവായിട്ട് പറയണമെങ്കിൽ ഏതാണ്? പായസം. ഇതാദ്യമായി ജീവൻ ടി വി നിങ്ങൾക്കായി ഒരുക്കുന്നു പായസ പെരുമ. ഇതാ 10 വീട്ടമ്മമാരാണ് ഇവിടെ ചിരിച്ച് സന്തോഷിച്ച് ആർത്തുല്ലസിച്ചുകൊണ്ട്. അവിടെ കുറച്ച് ഉല്ലാസം കൂടിപ്പോയി. അങ്ങനെ അപ്പം ഇവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രുചികളിൽ നമ്മുടെ മുമ്പിലേക്ക് പായസങ്ങൾ എത്തുന്നു. ഇതിൽ 4 സമ്മാനങ്ങളാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. 4 സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും നമ്മുടെ ഈ മത്സരത്തിനെത്തിയ എല്ലാ മത്സരാർത്ഥികൾക്കും വീട്ടമ്മമാർക്ക് ജീവൻ ടി വി പ്രത്യേകമായി ഓണപ്പുടവ സമ്മാനമായി നൽകുന്നതിനോടൊപ്പം തിരുവോണത്തിൻ്റെ അന്ന് ഇത്ര പേരെയും ഞങ്ങൾ സദ്യക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്കൊപ്പം ഞങ്ങൾക്കൊപ്പം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം അവിടെ നിങ്ങൾക്ക് ഇതിലും വിലപ്പെട്ട സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. ഓക്കെ. നമസ്കാരം. ഇത് പാവം പോലെ നിന്ന് ഇളക്കുന്നത് ഇത് എന്ത് പായസമാണ്? സേമിയ നമുക്ക് യൂഷ്വൽ പായസം അല്ലേ? അതിൽ വല്ല സ്പെഷ്യൽ വല്ല ഉന്നായ്മ തരവും ചേർക്കും ഇതില്? ചൗരി ചേർക്കുന്നുണ്ടോ? ചൗരി നമ്മൾ സാധാരണ ചേർക്കാറില്ലേ? എല്ലാരും ചേർക്കാറില്ല. എല്ലാരും ചേർക്കത്തില്ലേ? ഞങ്ങൾ ചേർക്കും. എന്ത് ചെയ്യും? ഞാൻ ഇന്ന് പായസത്തിൽ ചൗരി ചേർത്തിരിക്കും എന്റെ വീട്ടിൽ. അപ്പൊ ഇത് സേമിയ അല്ലേ? വേറെ എന്തൊക്കെയുണ്ട്? ചൗരി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഇതെന്തുവാ? കശകശേ, ഏലക്കാപ്പൊടി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് സേമിയയിൽ. ഏതിനാ സമ്മാനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എന്താണാവോ? പാൽപ്പായസം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാറുണ്ട്. പാൽപ്പായസം വളരെ 32ാമത്തെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പാൽപ്പായസം. അത്ര എളുപ്പമെന്ന് വെച്ചാൽ മനസ്സിലായില്ല. സാധാരണ ഒരു വ്യക്തി ഞാനൊരു പാൽപ്പായസം ഉണ്ടാക്കാൻ 1/2 മണിക്കൂർ എടുത്താൽ എത്ര സമയം എടുക്കും? അപ്പൊ സാധാരണ 1/2 മണിക്കൂർ എടുക്കും ഈ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവുമോ? ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് വിശ്വാസം രക്ഷിക്കട്ടെ. അപ്പൊ പാൽപ്പായസത്തിന് ബാക്കി കിടുപിടി ജംഗമ സാധനങ്ങൾ എന്തൊക്കെയാ? പഞ്ചസാര, അരി, പാവം പോലെ പാല്, പഞ്ചസാര, അരി. വേറെ ഈ പാത്രം എടുത്തിനകത്ത് ഇടുവോ? ഇല്ല. നല്ല കുട്ടി, കീപ്പിറ്റപ്പേ. പാൽപ്പായസം, സേമിയ പായസം. മാവേലി എത്തി. ഒന്ന് തൊഴുതോളൂ എല്ലാരും, ഒന്ന് തൊഴുതോളൂ. മാവേലിയോ നമസ്കാരം, തൊഴുതോളൂ. നമസ്കാരം. പായസം കാണാൻ വന്നാണോ? മാവേലി ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം? വന്നാട്ടെ. ഞാനിത് ചോദിച്ചോണ്ടിരിക്കുക. മലയാളം അറിയില്ലേ? അറിയാം. ഗുഡ്. ഓക്കെ, മാവേലി അവിടെ നിന്നോളൂ കേട്ടോ. അടുത്ത ഇവിടെ എന്താണ്? ഇതൊരു സ്പെഷ്യൽ പായസമാണ്. പൂരി പായസം. എന്ത് പായസം? പൂരി പായസം. സേമിയയ്ക്കും അടക്കൊക്കെ പകരമായിട്ട് പൂരി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെ? നമ്മൾ പാല് കാച്ചിയിട്ട് അതിൽ അരിക്കോ മറ്റോ പകരം പൂരി ഇടും. പൂരി നമ്മൾ മൈദ കൊണ്ട് കുഴച്ചുണ്ടാക്കിയിട്ട് പൊടിച്ചതിലിടും. നമ്മൾ പൂരി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പൂരി എവിടെ ഇരിക്കുന്നല്ലേ? ഇത് പിച്ചി ഇതിനകത്ത് ഇടും. പൂരി പൊടിച്ച് ഇതിനകത്ത് ഇടും അല്ലേ? ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാം സാധാരണ പാൽപ്പായസം പോലെ തന്നെ. പറയുന്നോണ്ട് ഒന്നും വിചാരിക്കല്ലേ. ഒന്ന് അവിടെ ഇരുന്നാട്ടെ, ഞങ്ങൾ വിളിക്കാം. അവിടെ ഇരുന്നാട്ടെ. അങ്ങേക്ക് തരാതെ ഞങ്ങൾ കഴിക്കില്ല. ആവതൊന്നും വലുതായിട്ടില്ല കേട്ടോ. വർഷങ്ങൾ കഴിഞ്ഞില്ലേ പാവം. എണീക്കാനൊന്നും വയ്യ. അപ്പൊ ഇത് പൂരി പായസം. ഇതെന്താ സാധനം? കണ്ടൻസ് മിൽക്ക്. ഓക്കെ, നടക്കട്ടെ. പണി ചെയ്തോളൂ കേട്ടോ. ഇവിടെ എന്താണ്? മത്തങ്ങ പായസം. മത്തങ്ങ പായസം. ചിലവര് മുഖത്ത് നോക്കി പറയില്ലേ എന്താ ഇന്ന് മത്തങ്ങ? അതുപോലായിപ്പോയി. ഇപ്പൊ മത്തങ്ങ പായസമാണ്. വാശിയുടെ പുറത്ത് ചെയ്യാൻ വന്ന വേറെ ആരും മത്തങ്ങ കൊണ്ടുവരില്ല എന്ന് വിചാരിച്ച് ചെയ്താണോ? അങ്ങനെയൊന്നുമല്ല. പിന്നെ പ്രത്യേകതരമായത്. ഇതിന് മുൻപ് മത്തങ്ങ പായസം പ്രയോഗിച്ചിട്ടുണ്ടോ? വീട്ടിൽ ചെയ്തിട്ടുണ്ട്. കഴിച്ചവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്.
പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. അപ്പൊ വിശ്വാസമുണ്ട് ഇത് കഴിക്കുന്നവർ രക്ഷപ്പെടും. കാരണം ഞാനും മാവേലിയും രുചിച്ച് നോക്കിയിട്ട് വേണം സമ്മാനം തരാൻ. ഞാൻ പാവമല്ലേ, കഴിക്കാമല്ലോ വിശ്വസിച്ച്. ഗുഡ്. മത്തങ്ങയുടെ കൂടെ എന്താ ശർക്കരയാണോ അതോ ശർക്കര? ആ, പിന്നെ ശർക്കര നമ്മുടെ ബാക്കിയല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയല്ല. തേങ്ങാപ്പാലാണോ സാദാ പാലാണോ? തേങ്ങാപ്പാല്. തേങ്ങാപ്പാലാണ്. ഓക്കെ, നടക്കട്ടെ. മത്തങ്ങ, പൂരി, സേമിയ, അരി. കാണണോ മാവേലിക്ക്? ഇവിടെ നിന്നാട്ടെ, നമുക്ക് ഇവിടെ ചോദിക്കാം. എന്താണ് എന്ത് പായസം? ഇത് റവ പായസം. ഓക്കെ, റവയും പാലും ഒക്കെ. റവയും പാലും പഞ്ചസാര. പാത്രങ്ങളൊന്നും പൊക്കി നോക്കരുത്, അവർ ചീത്തയായിട്ട് വിചാരിക്കത്തില്ലേ മാവേലിയെ? ഇത്ര അക്കിത്രാണം വരുത്തവനാണോന്ന് വിചാരിക്കത്തില്ലേ? ഒന്നും തൊട്ട് നോക്കരുത്, നമ്മുടെ പേര് കളയരുത്. ഓക്കെ, ഇതെന്താ റവ അല്ലേ? പഞ്ചസാര പായസം ഒക്കെ ഇട്ടിട്ട്. ഇത് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടോ? മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേകത വെച്ചാല് ഞങ്ങള് നോമ്പ് തുറക്കുമ്പോൾ ഇത് ആദ്യമായിട്ട് ഇത് കഴിച്ച ശേഷമാണ് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പായസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ കുടിക്കാന്നുള്ളതാണ്. എളുപ്പം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. എളുപ്പം എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ എളുപ്പം നോക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതല്ല, നല്ല രുചിയായിരിക്കും. അതെന്താ മഞ്ഞ കളറിൽ ഏതോ ഇരിക്കുന്നു? ആ ആ, മറ്റേ മഞ്ഞ കളറില് അത് നെയ്യാണ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, തോടില്ലാത്ത കപ്പലണ്ടി, ഏലക്ക പൊടിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഇത് കഴിച്ച് മാവേലി പായസത്തെ പാത്രത്തിൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇരുന്നാട്ടെ മാവേലി. മാവേലി തമ്പുരാൻ അവിടെ ഇരിക്കണം. ഇറക്കിക്കോട്ടോ. ശരി. ഇനി ഇവിടെ മാവേലി അവിടെ ഇരുന്നോണം.